എല്ലാവർക്കും കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് എല്ലാതരം കേക്കിനും ബേസായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് കേക്കാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 240 ml ഒരു കപ്പ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഒരു 3 തവണയെങ്കിലും ഇതൊന്ന് നന്നായി സീവ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു 3 തവണ സീവ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ കേക്കിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 4 മുട്ട, മീഡിയം സൈസുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാടെ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. അതൊരു 2 മണിക്കൂർ നേരമെങ്കിൽ നിങ്ങൾ പുറത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തണുപ്പെല്ലാം മാറിയതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യുക. ഇങ്ങനെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ ആ മണമെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എസൻസ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് അത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തതിന് ശേഷം നന്നായി മുട്ട പതഞ്ഞ് വരുന്ന സമയം വരെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ആ മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി ചേർത്തിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായി ചേർത്ത് ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റർ ഉപയോഗിച്ചൊന്ന് കറക്കിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഒരു സ്പാറ്റുല ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ മിക്സ്ചർ തയ്യാറാക്കിയെടുക്കുന്നത്. കാരണം മൈദ ചേർക്കുന്ന സമയത്ത് നമ്മൾ ബീറ്റർ കൊണ്ട് അധികം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്പാറ്റുല യൂസ് ചെയ്ത് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് രീതിയിൽ നിങ്ങൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കുക. അധികം ശക്തി കൊടുത്ത് ആ മുട്ട പതഞ്ഞു വന്നതെല്ലാം പോകുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്യാൻ പാടില്ല. സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് പാലും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ബാറ്ററിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഞാൻ നേരത്തെ നമ്മുടെ കേക്ക് ടിൻ തയ്യാറാക്കി വെച്ചിരുന്നു. ഇത് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഈ ടിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഈ ബാറ്റർ മാറ്റിയതിന് ശേഷം ഒരു സ്ക്യൂവർ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലെ എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ഞാൻ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ അടുപ്പത്ത് വെച്ചിരുന്നു. അതിലേക്ക് ഒരു തട്ട് ഇറക്കിയതിന് ശേഷം ഈ കേക്കിൻ്റെ ടിൻ അതിലേക്ക് വെച്ച് കൊടുത്ത് കുക്കർ അടച്ച് ഒരു 30 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ തീ കൂട്ടിയാൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു സ്ക്യൂവർ ഉപയോഗിച്ച് നിങ്ങൾ ഇതിനകത്തേക്ക് ഇറക്കി നോക്കിയതിന് ശേഷം അതിൽ ഒന്നും പറ്റി പിടിക്കുന്നില്ല എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കുക്കായി എന്നർത്ഥം. ഇനി ഇത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ലോണം കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇത് നമുക്ക് എല്ലാതരം കേക്കിനും ബേസായി ഉപയോഗിക്കാൻ പറ്റും. ഇത് തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എവിടെയും കരിയുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല പൊങ്ങി വന്നിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.